കഴിഞ്ഞ ദിവസമായിരുന്നു തിരുവനന്തപുരത്ത് മേഘ എന്ന പെൺകുട്ടി ട്രെയിനിൽ ചാടി ആത്മഹത്യ ചെയ്തത്. അത് വലിയ വാർത്തകൾക്ക് തന്നെ ഇടം പിടിച്ച ഒന്ന് തന്നെയായിരുന്നു എന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിന്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ട്. ആരാധകർക്കും ആ വാർത്തകൾ നന്നായി തന്നെ അറിയാനും സാധിക്കുന്നു. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തകളായി ഇത് മാറാൻ തന്നെ നിരവധി കാരണങ്ങളുണ്ട് എന്നും പറയുന്നുണ്ട്. മേഘയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നാണ് പ്രേക്ഷകർക്ക് അറിയേണ്ടത്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയായ മേഘ മധു. അതുകൊണ്ട് തന്നെയാണ് മേഘയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നു എന്ന് പറയുന്നത്. മരണത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്നാണ് പിതാവ് പറയുന്നത്. പത്തനംതിട്ട കോന്നി അതിരുങ്കൽ പുഴിക്കോടത്ത വീട്ടിൽ മധുസൂദനന്റെയും നിഷയുടെയും ഏക മകളാണ് ചാക്ക റെയിൽവേ പാളത്തിന് ജീവനൊടുക്കിയത്. മകൾ റെയിൽവേ പാളത്തിനരികിലൂടെ ഫോൺ വിളിച്ചു വരുമ്പോൾ പെട്ടെന്ന് ട്രെയിനിൽ മുൻപിലേക്ക് ചാടുകയായിരുന്നുവെന്ന് ലോക്കോ പൈലറ്റ് പറഞ്ഞതായി അറിയിക്കുന്നു. സംഭവം നടക്കുന്ന രാവിലെ 7 മണിയോടെ ജോലി കഴിഞ്ഞ് റൂമിലേക്ക് പോകുന്നതായും ഭക്ഷണം കടയിൽ നിന്ന് വാങ്ങി കഴിക്കാമെന്ന് അമ്മയോട് ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നു. അതിനുശേഷം മകൾ എന്തിനാണ് റെയിൽവേ പാളത്തിനോട് അരികിലൂടെ പോയതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ആർക്കും അതിനൊരു ഉത്തരമില്ല എന്ന് തന്നെ പറയുന്നു. അറിയില്ല എന്ന് പിതാവ് മധുസൂദനൻ എടുത്തു പറയുന്നുണ്ട്. അത്രമാത്രമാണ് എല്ലാവർക്കും അത് ചിന്തയിലേക്ക് മാറുന്നത്. റൂമിലേക്ക് പോകുന്ന വഴിയിൽ റെയിൽവേ ട്രാക്ക് ഒന്നുമില്ല. റൂമിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞിട്ട് റൂമിലോട്ട് മാറിപ്പോയതാണെന്നാണ് പറയുന്നത്. ആരോടാണ് ഫോണിൽ വെച്ച് സംസാരിച്ചതെന്ന് അന്വേഷിക്കണമെന്നാണ് പിതാവ് പറയുന്നത്. ഇത് സംബന്ധിച്ച് പോലീസ് നാളെ പരാതി നൽകും. കൂടാതെ IBയും അന്വേഷണം നടത്തുന്നുണ്ട്. മലമ്പുഴ ITIയിൽ തന്നെ അധ്യാപകനായിരുന്ന മധുസൂദനന്റെ റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥ നിഷയുടെ ഏക മകളാണ് മേഘ. മേഘയുടെ ജീവിതം എടുത്തത് എന്തുകൊണ്ടാണ് എന്നും എന്ത് കാരണം കൊണ്ടാണെന്നും അറിയില്ല. അവളുടെ ഇഷ്ടങ്ങൾക്കൊന്നും ഇതുവരെ എതിരെ നിന്നിട്ടില്ല. ജോധ്പൂരിൽ ട്രെയിനിങ് കാലത്ത് ഒപ്പമുണ്ടായിരുന്ന മലപ്പുറം സ്വദേശിയുമായി സൗഹൃദമുണ്ടായിരുന്നു. അക്കാര്യം മകൾ വീട്ടിൽ പറഞ്ഞതുമാണ്. ഇഷ്ടമാണെങ്കിൽ വിവാഹം കഴിപ്പിച്ചു നൽകുമെന്ന് തന്നെയാണ് ഞങ്ങൾ താല്പര്യം അറിയിച്ചത്. അക്കാര്യം യുവാവിൻ്റെ മാതാപിതാക്കളുമായി സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ പയ്യനാണ് എതിർത്തത് എന്നാണ് പറയുന്നത്. അത് കാരണം അവൾക്ക് കുറച്ച് വിഷമങ്ങളുണ്ടായിരുന്നു. വിവാഹം നീട്ടിക്കൊണ്ടു പോകുന്നതിലായിരുന്നു ഞങ്ങളുടെ എതിർപ്പ്. അവരുടെ അഡ്രസ്സ് അറിയാം. ലാൻഡ് ഫോൺ നമ്പർ നൽകിയിരുന്നു. ഞങ്ങൾ വിളിച്ചിട്ട് എടുത്തിട്ടില്ല. എറണാകുളത്താണ് ആ പയ്യൻ ജോലി ചെയ്യുന്നത്. അവർ തമ്മിൽ ബന്ധത്തിലെന്നാണ് പറഞ്ഞിരുന്നത്. അവർ തമ്മിലുള്ള ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ എന്ന് ഞങ്ങൾക്കറിയില്ല. അവൾ മരിക്കുന്നതിന് മുൻപ് ആരുമായിട്ടാണ് സംസാരിച്ചതെന്ന് അന്വേഷിക്കണം. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്നാണ് മേഘയുടെ പിതാവും മാതാവും പറയുന്നത്. ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ലായിരുന്നു. അവളുടെ ഇഷ്ടത്തിന് നേരെ ഞങ്ങൾ സമ്മതിച്ചു. അവൾ നല്ല പഠിപ്പുള്ള കുട്ടിയാണ്. എല്ലാം നന്നായി അറിയുന്നൊരു കുട്ടിയാണ്. അവൾക്കത് നന്നായി തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ അവൾക്കതൊന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അവൾ നോക്കുമ്പോൾ നല്ലൊരാളെ തന്നെ നോക്കും. അത് ഞങ്ങൾക്കും ഉറപ്പുണ്ട് എന്നായിരുന്നു മേഘയുടെ അച്ഛനും അമ്മയും പറയുന്ന വാക്കുകൾ. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.